നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. അതിരപ്പിള്ളിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ. ആനയ്ക്ക് ചികിത്സ നൽകുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ റോഡരികിലെ കരിക്ക് വിൽപ്പന കേന്ദ്രം കാട്ടാന തകർത്തു. കോടാമ്പറമ്പൻ ആനന്ദന്റെ കടയാണ് കഴിഞ്ഞ ദിവസം രാത്രി ആനക്കൂട്ടം നശിപ്പിച്ചത്. 2 മാസം മുമ്പാണ് കട തുടങ്ങിയത്. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിന്റെ കപ്പേളയുടെ ചില്ലുവാതിൽ തകർത്ത് രൂപം കവർന്ന കേസിൽ 2 പേർ പിടിയിൽ. കപ്പേളയ്ക്ക് സമീപം താമസിക്കുന്നവരെയാണ് വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് ആൾതാമസമില്ലാത്ത വീട് കുത്തിത്തുറന്ന് മോഷണശ്രമം. റിട്ടയേർഡ് റെയിൽവേ ജീവനക്കാരൻ ഞാവേലിപ്പറമ്പിൽ ഷാനവാസിന്റെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത്. കുടിവെള്ളക്ഷാമം ചർച്ച ചെയ്യാൻ ഇരിങ്ങാലക്കുട നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ KSTP ഉദ്യോഗസ്ഥർ പങ്കെടുത്തില്ല. KSTPയുടെ ധിക്കാരം അവസാനിപ്പിക്കണമെന്ന് കൗൺസിലർമാർ. കലാഭവൻ മണിയുടെ 9ാം ചരമവാർഷിക ദിനം നാളെ. ഇനിയും യാഥാർത്ഥ്യമാകാതെ ചാലക്കുടിയിലെ കലാഭവൻ മണി സ്മാരകം. കലാഭവൻ മണിയുടെ 9ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നാളെ അനുസ്മരണ സമ്മേളനം നടക്കും. നഗരസഭ, യുവജനക്ഷേമ ബോർഡ്, കലാഭവൻ മണി ട്രസ്റ്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുക. ക്ഷയരോഗം ബാധിച്ച് തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷം മരിച്ചത് 160 പേർ. രോഗബാധിതർ ചികിത്സ തേടാൻ മടിക്കുന്നതായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു. 440 രൂപയാണ് വർദ്ധിച്ചത്. 64,520 രൂപയാണ് ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 55 രൂപയാണ് വർദ്ധിച്ചത്. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരാഘോഷത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച് പാലക്കാട് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. മാർച്ച് 12-ന് രാത്രി 8 മണിക്കും 9:30-ക്കും മാർച്ച് 13-ന് രാത്രി 7 മണിക്കും വെടിക്കെട്ട് നടത്താനുള്ള അനുമതിയാണ് നിഷേധിച്ചത്. പാവറട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ വലിയ നോമ്പിലെ ബുധനാഴ്ച ആചരണത്തിനും സൗജന്യ നേർച്ച ഊട്ടിനും തുടക്കമായി. ആഘോഷമായ ദിവ്യബലിക്ക് സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കലാമണ്ഡലത്തിൽ നിന്നും വിരമിക്കുന്ന ഗായകൻ ബാബു നമ്പൂതിരിക്ക് വെള്ളിയാഴ്ച യാത്രയയപ്പ് നൽകും. കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ സ്വരപ്രസാദം എന്ന പേരിൽ നടക്കുന്ന ആദരവിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള നിരവധി കലാകാരന്മാർ പങ്കെടുക്കും. ഗുരുവായൂർ നഗരസഭ 8ാം ഡിവിഷനിൽ പുതിയതായി കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിച്ച ഫ്ലവേഴ്സ് റോഡ് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർ രഹിത പ്രസാദ് അധ്യക്ഷയായി. കുന്നിശ്ശേരി കുടുംബ ട്രസ്റ്റ്, പുരോഗമന കലാ സാഹിത്യ സംഘം, പട്ടികജാതി ക്ഷേമ സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നാളെ കലാഭവൻ മണി അനുസ്മരണവും അവാർഡ് ദാനവും നടത്തും. കലാഭവൻ മണി കുന്നിശ്ശേരി കുടുംബ ട്രസ്റ്റിന്റെ പുരസ്കാരം പ്രശസ്ത ഗായകൻ പന്തളം ബാലന് സമ്മാനിക്കും. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 25ാം വാർഡിൽ ടൈൽ വിരിച്ച കിഡ്സ് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. ലോക വനിതാ ദിനമായ മാർച്ച് 8-ന് തൃശൂർ സാംസ്കാരിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി സ്നേഹാദരം സംഘടിപ്പിക്കും. ശനിയാഴ്ച രാവിലെ 10-ന് തൃശൂർ പ്രസ് ക്ലബ്ബ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ ഡെന്റിസ്റ്റ് ഡേയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തൃശൂരിൽ നടക്കും. അസോസിയേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നിർവഹിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗർഭാശയ ക്യാൻസർ, സ്തനാർബുദ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തെക്കുംകരയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനുള്ള കൺവെയർ ബെൽറ്റിന്റെ ഉദ്ഘാടനവും പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മയായ സംസ്കൃതി സംഗമം നടന്നു. പ്രൊഫസർ ഗുരുവായൂർ കേശവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിലെ പഠനോത്സവം മണലൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിജോ മാത്യു അധ്യക്ഷത വഹിച്ചു.
മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി എടത്തുരുത്തി പഞ്ചായത്തിലെ വനിതാ ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി തൈ വിതരണം ചെയ്തു. എടത്തുരുത്തി കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നാദവർണ്ണ വിസ്മയങ്ങൾ പെയ്തിറങ്ങിയ മണിമലർക്കാവ് കുതിരവേല ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പോടെയാണ് 3 ദിനരാത്രങ്ങളിൽ നടന്ന വേലയ്ക്ക് സമാപനമായത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആനയോട്ട ചടങ്ങിൽ 10 ആനകളെ മാത്രം പങ്കെടുപ്പിക്കാൻ യോഗത്തിൽ തീരുമാനം. നറുക്കുട്ടെടുക്കുന്ന 3 ആനകൾ മുൻനിരയിലോടും. ഈ മാസം 10-നാണ് ആനയോട്ടം. ഇരിങ്ങാലക്കുട നഗരസഭയുടെ മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ഷിബിൻ. പൊറത്തിശ്ശേരി മഹാത്മാ UP സ്കൂളിനെ ഡോക്ടർ R ബിന്ദുവിന്റെ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ പാഴാക്കാൻ UDF ഭരണസമിതി ശ്രമം നടത്തുന്നതായി ആരോപിച്ചായിരുന്നു പ്രതിഷേധം. അശ്വിനി ആശുപത്രിയുടെ നേതൃത്വത്തിൽ TCV ജീവനക്കാർക്കുള്ള പ്രിവിലേജ് കാർഡ് വിതരണോദ്ഘാടനം നടന്നു. അശ്വിനി ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ആശുപത്രി ചെയർമാൻ പ്രദീപ് ചന്ദ്രൻ, TCV ചാനൽ സബ് കമ്മിറ്റി കൺവീനർ PM നാസറിനെ പ്രിവിലേജ് കാർഡ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് BJP പാവറട്ടി മണ്ഡലം കമ്മിറ്റി ധർണ നടത്തി. KR അനീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. മുരിയാട് കുന്നത്തറ ലിഫ്റ്റ് ഇറിഗേഷൻ വിപുലീകരണ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കേരള പഴനി ചോച്ചോരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂയ മഹോത്സവവും 10-ന് നടക്കും. ഉത്സവത്തിന് നാളെ വൈകിട്ട് കൊടിയേറും. തിരുവില്ലാമല പഞ്ചായത്തും ഗ്രാമീണ വായനശാലയും സംയുക്തമായി സംഘടിപ്പിച്ച വനിതകൾക്കായുള്ള യോഗ പരിശീലനം സമാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു. തോളൂർ പഞ്ചായത്തിൽ വനിതകൾക്ക് ഗ്രോ ബാഗ് വിതരണം ചെയ്തു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബിന്റെ ക്ലോത്ത് ബാങ്ക് പ്രൊജക്ട് പ്രകാരം പെരിങ്ങോട്ടുകര കാരുണ്യ വൃദ്ധസദനത്തിൽ അമ്മമാർക്ക് പാലക്കാട് ഡ്രീം സിറ്റി നൽകിയ വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.